കയറിയപ്പോൾ വീൽ ചെയർ കയറിയെന്നും പറഞ്ഞ് ഇവിടുത്തെ കുറേ ആൾക്കാർ ബഹളം ഉണ്ടാക്കി. അമ്പലത്തിൽ ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കണ്ണും അടച്ച് വിശ്വസിക്കുന്ന ദൈവവിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പം അതായിരിക്കും അവർക്ക് ശരി. കാരണം അവർക്ക് തലയ്ക്ക് ബോധമില്ല, അവരെല്ലാം ഭക്തിയിൽ മുഴുകി കിടക്കുന്നവരാണ്. പക്ഷേ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടത്തേക്ക് പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, വീൽ ചെയറിൽ ഇരിക്കുന്ന ദീജയല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ? നടന്നു പോകുന്ന ദീജയെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഒരു കുഞ്ഞു ദീജ ഉണ്ടായിരുന്നു നടന്നു പോകുന്ന. ഞാൻ അവസാനമായി നടന്നു പോയി വന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോവുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണാം. എല്ലാവരും കൂടെ വാ. ഒരുങ്ങിക്കെട്ടിപ്പോയത് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു അപമാനത്തിലേക്കാണ്. എൻ്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഡിസബിലിറ്റിയുടെ പേരിൽ എനിക്ക് അപമാനം ഏറ്റിട്ടില്ല. ഇത് സ്വന്തം നാട്ടിൽ വർക്കല ചെമ്മരുതി തൃപ്പോരട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവമല്ലേ, ഉത്സവത്തിന് അവിടെയൊക്കെ ഒന്ന് പോകാം. കുറേ വർഷങ്ങളായി. അപ്പോൾ മൂഡൊക്കെ ഭയങ്കര ടെൻഷനാണ് കേട്ടോ, ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് കടവ് പോകണേന്ന്. അപ്പോൾ കാക്കച്ചിയോട് ഇങ്ങനെ ചോദിച്ചു, ഇത്തിക്കൊണ്ട് അവിടെ ആക്കിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കാക്കച്ചി പറഞ്ഞു കൊണ്ടാക്കി തരാം, ആക്കിത്തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെയൊക്കെ നടന്നിട്ട് എനിക്കൊന്ന് ഫോട്ടോയൊക്കെ എടുക്കണം, ഉത്സവത്തിലൊക്കെ ഒന്ന് ആ ഉത്സവത്തിൻ്റെ ഇതൊക്കെ ഒന്ന് കാണണമെന്ന്. നമ്മുടെ മനസ്സിലാണ് ദൈവം എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ അമ്മയുടെ ഭയങ്കര ആഗ്രഹമാണ്, നാട്ടിലോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ. അങ്ങനെ ഞാൻ ചെന്ന് കയറി കൊടുക്കുന്നത് വലിയൊരു അപമാനത്തിലേക്കാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് അവിടെ നിന്ന് കിട്ടിയ ഒരു വിഷമാണ്. അവരെ ഞാൻ കാണിക്കുന്നില്ല, അത് അവരോട് ഞാൻ കാണിക്കുന്ന ദയാണ്. ഹലോ, ഞാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു സംഭവം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ പ്രായത്തിൽ ഇത്രയും വയസ്സിനിടയ്ക്ക് ഞാനാണെങ്കിൽ ഈ അമ്പലത്തിൽ, ഞാൻ പോരട്ടക്കാവാണ്, പനയറ പോരട്ടക്കാവ് അമ്പലമാണ്. ഞാൻ ഇവിടെ നടന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഇവിടെ നടന്ന് വന്നിട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് പനി വന്നു. പിന്നെ പോളിയോ ആയി, പിന്നെ നടക്കാൻ പറ്റാതായി. അപ്പോൾ ഈ കുറേ നാളുകൾക്ക് ശേഷം ഉത്സവത്തിന് ഇവിടെ ഒന്ന് വരണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഗുരുവായൂരും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വീൽ ചെയർ പ്രശ്നമല്ല, എന്നെ അകത്തൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ അങ്ങ് അകത്ത് കയറിയപ്പോൾ വീൽ ചെയർ കയറിയെന്നും പറഞ്ഞ് ഇവിടുത്തെ കുറേ ആൾക്കാർ ബഹളം ഉണ്ടാക്കി. അമ്പലത്തിൽ ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കണ്ണും അടച്ച് വിശ്വസിക്കുന്ന ദൈവവിശ്വാസികളെന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പം അതായിരിക്കും അവർക്ക് ശരി. കാരണം അവർക്ക് തലയ്ക്ക് ബോധമില്ല, അവരെല്ലാം ഭക്തിയിൽ മുഴുകി കിടക്കുന്നവരാണ്. പക്ഷേ ഒരാൾ വീൽ ചെയറിൽ ഇരിക്കുന്ന ആളിനെ അത്ര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ ശ്രീകോവിലിൽ കയറ്റിക്കൂടായിരുന്നു എന്നൊരു വാക്കല്ല അവർ പറയുന്ന വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. ഈ പോണ ആളാണ് പറഞ്ഞത്. ആ പോകുന്ന ആളാണ് ആദ്യം പറഞ്ഞത്, ഈ പോകുന്ന ആൾ രണ്ടാമത്. എനിക്ക് എന്തൊക്കെയോ തരുമെന്നാണ് പറഞ്ഞത്, എനിക്ക് ദേവി തരുമെന്നാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഇവരെന്നെ അപമാനിച്ചു എന്ന് വെച്ചാൽ വീൽ ചെയർ കയറിയെന്നും പറഞ്ഞ്. ഞാൻ അങ്ങനെ അവരെ തൊഴുവാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഞാൻ നല്ലത് കൊടുത്തിട്ടേ പോണുള്ളൂ. എന്തായാലും ഞാൻ ഇനി അങ്ങനെ അധികം ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ ഈ അമ്പലങ്ങൾ തോറും പോകുന്ന ആളൊന്നുമല്ല, ഞാൻ വീട്ടിലിരിക്കേ ഉള്ളൂ. ഞാൻ പറയുന്ന അമ്പലത്തിൽ പോയിട്ടൊന്നും അല്ല ഭക്തി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി നടന്ന് തന്നെ ഇവിടെ വരണമെന്ന്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാം. അപ്പോൾ വീൽ ചെയറൊക്കെ ഇരിക്കുന്നവർക്ക് വെളിയിരിക്കണം, അല്ലെങ്കിൽ അവർ എടുത്തോണ്ട് പോകുമെന്ന്, എന്നെ പിടിച്ചോണ്ട് പോകുമെന്ന്. വീൽ ചെയർ അകത്ത് കയറ്റരുത്, വെളിയിലൊക്കെ ഓടിക്കുന്ന വീൽ ചെയറാണെന്ന്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡിസബിലിറ്റി ഉണ്ട് എന്നതിൻ്റെ പേരിൽ ആരെങ്കിലും എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് തൻ്റെ ഇടമായി തോന്നാം. കാരണം എൻ്റെ നാട്ടുകാർ തന്നെ 1-2 പേരുണ്ടായിരുന്നു, ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നു. അവരൊന്നും മിണ്ടിയത് കൂടിയില്ല. കാരണം മിണ്ടിയാൽ അവർക്ക് പേടിയാണ്. അവരും വിചാരിക്കും ദൈവം കോപിച്ചാലോ. അവിടുത്തെ ദേവിക്ക് ശക്തിയുണ്ട്, ദേവി ഇതിന് മറുപടി കൊടുക്കട്ടെ. ഞാൻ ആദ്യം ഇട്ട ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കണ്ടല്ലോ. ഒരാഴ്ച മുമ്പേ എനിക്ക് തോന്നിയതാണ്. കുറേ നാളായി എൻ്റെ അമ്മ എപ്പോഴും പറയും മുത്താനെ പോകണം, മുത്താനെയുള്ള അമ്പലങ്ങളിൽ പോകണം, ഒന്നും പോകാൻ പറ്റുന്നില്ല, നൈമിത്ര തുടങ്ങിയതിന് ശേഷം വന്നിട്ട് എപ്പോഴും ഒരു പരാതിയാണ്. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു മുത്താന ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോകണമെന്ന്. ഞാൻ തീരുമാനിച്ചു. ഞാൻ കാക്കച്ചിത്ത് പറഞ്ഞു, എനിക്ക് ഒത്തിരി ഞങ്ങളുടെ ഒരു ക്ഷേത്രമുണ്ട്, ഞങ്ങളുടെ അമ്പലമുണ്ട്, ഭരണി ഉത്സവമാണ്. ഞങ്ങൾക്ക് ഭരണി ഉത്സവമാണ്. അപ്പോൾ ആ ഭരണി ഉത്സവത്തിന് ഒന്ന് അവിടെ കൊണ്ട് ഉത്സവം കാണാൻ നമ്മൾ പണ്ട് പോകണമെന്നാണ്. ഞാൻ നടന്നു പോയിട്ട് വന്നിട്ട് അവിടെ പോയിട്ട് വന്നിട്ട് എനിക്ക് പനി വന്നു.
ഇന്ന് ഞാൻ അവിടെ പോയിട്ട് വന്നതാണ്. എനിക്ക് നാളെ ഇനി എന്താണ് പനിയാണോ അല്ലെങ്കിൽ അറിഞ്ഞൂടാ കേട്ടോ, കാരണം അത്രയ്ക്ക് ടെൻഷൻ എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഇന്ന് പോയി അമ്പലത്തിൽ ചെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പം എനിക്ക് ആ പഴയ ഓർമ്മയിൽ വേറൊരു പടിയും കൂടെയാണ് ഞാൻ കയറി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വലിയ പടികൾ. അപ്പോൾ എനിക്ക് അപ്പോഴേ എനിക്കങ്ങ് ഇതായി. അപ്പോൾ കമ്മിറ്റി ഓഫീസിലെ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു പോരിട്ടക്കാവ് ക്ഷേത്രം, തൃപ്പോരിട്ടക്കാവ് പനയറ, ചെമ്പരത്തി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ അങ്ങനെ കമ്മിറ്റിക്കാർ പറഞ്ഞു അപ്പുറത്തെ വഴി ഇവിടെ കയറാം, ഇത് വലിയ സ്റ്റെപ്പ്. നമുക്ക് എന്തായാലും കയറാം, എൻ്റെ കൂടെ വന്ന ആൾക്കാർക്ക് എടുത്ത് നടു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കയറൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ ഡിസബിലിറ്റി ഉള്ളവർക്ക് വന്നാൽ ഇവിടെ കയറണ്ടേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് നമുക്ക് അപ്പുറത്തൂടെ പോകാമെന്ന് പറഞ്ഞു. ഒരു പാട് തൊട്ട് അവർ കൊണ്ടുപോയി. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഞാൻ മനസ്സിലാണ് ദൈവം, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്താണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങൾ, ഈ അമ്പലങ്ങൾ, പള്ളികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക മൂഡാണ്, ഒരു സമാധാനമാണ്. അപ്പോൾ അത് കിട്ടാറുണ്ട്. ഒരു വല്ലാത്ത പോസിറ്റീവാണ്. അങ്ങനെ ഞാൻ അവിടെ ബാക്കിൽ കൂടെ ഒരു കഷ്ടപ്പെട്ട് എന്നെ ഇറക്കി അവിടെ എത്തിയപ്പോൾ പിന്നെയും പടി. അപ്പം അകത്തോട്ട് കയറി ഇവരെടുത്ത് എന്നെ കയറ്റി. ആരോമല, എൻ്റെ മാമൻ്റെ മകൻ ആരോമല, ഇവരെല്ലാവരും കൂടെ, മക്കളെല്ലാവരും കൂടെ എടുത്ത് അങ്ങ് കയറ്റി വീൽ ചെയർ കയറി. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇവരൊക്കെ ഇങ്ങനെ തൊഴുവാനായിട്ടൊക്കെ പോയി. അപ്പം ഞാനൊരു സൈഡിലോട്ട് ഇരിക്കുകയാണ്, നല്ല വെയിലാണ്. അപ്പോൾ ഒരാൾ ആക്രോശിച്ചു കൊണ്ട് കയറി വരുന്നു, ഇതിനകത്ത് വീൽ ചെയർ കയറി ആര് എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി എന്നെയാണ് പറഞ്ഞിട്ടുണ്ട് അതവിടെ ഇരുന്നു. അപ്പോൾ ഇയാൾ കറങ്ങി ചെന്നു. അമ്പലത്തിലെ ആൾക്കാരാണ്, അമ്പലത്തിലെ ഭാരവാഹികളാണ്, പ്രായമായ ആൾക്കാരാണ്, 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. ഇവർ അങ്ങോട്ട് ചെന്ന് എൻ്റെ ചേച്ചിയുടെ നേരെ കയറി വീൽ ചെയറിൽ കയറ്റിയതിന് ഞങ്ങൾ എടുത്തുകൊണ്ട് വരുമായിരുന്നു. പിന്നെ അവിടെ നടന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് നടന്നു, അത്രയ്ക്ക് എനിക്ക് അപമാനമായിട്ട്. അവിടെ ഒരു സ്ത്രീ ഇരുന്നു. ആ സ്ത്രീ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് മോശമായിട്ട്. എന്നിട്ട് അപ്പോൾ നമ്മൾ ശ്രീകോവിലിൻ്റെ അടുത്തോട്ട് പോയിട്ടില്ല, ശ്രീകോവിലിൻ്റെ അടുത്തോട്ട് പോവാതെ ഇങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീയെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലൊരു അവസ്ഥ ഒരാളുണ്ടെങ്കിൽ അവർക്ക് എന്തും ഇങ്ങനെ ഇരിക്കാൻ പറ്റും? നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഇങ്ങനെ ഒരാളെ, അവസ്ഥയിലുള്ള ആളിനെ എന്ന് ഞാൻ ചോദിച്ചു. ഞാനങ്ങ് തകർന്നു. അതിനോടൊപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ, എൻ്റെ മാമൻ, എൻ്റെ അമ്മയ്ക്കൊപ്പമാണ് എൻ്റെ കൊച്ചാമൻ എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ കൊച്ചാമ്മ, എൻ്റെ അമ്മ, പിന്നെ എൻ്റെ ചേച്ചി, മക്കൾ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം അങ്ങ് സ്തംഭിച്ച്. എൻ്റെ ചേച്ചി ഞാനും നന്നായിട്ട് സംസാരിച്ചു, ഞങ്ങളെല്ലാം എൻ്റെ മാമനും നന്നായിട്ട് സംസാരിച്ചു. അപ്പോൾ കാക്കച്ചി നോടേക്കൂല, കാക്കച്ചി അങ്ങോട്ടൊന്നും വരത്തില്ലല്ലോ, കാക്കച്ചി വെളിയിലായിരുന്നു. അപ്പോൾ നമ്മളകത്ത് നന്നായിട്ട് എന്നെ അപമാനിച്ച് ഇറക്കി വിട്ടെന്ന് പറയാം. ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടാണ്. ഇത് എനിക്കേറ്റ മുറിവാണ്, എൻ്റെ വീട്ടുകാർക്ക് ഏറ്റ മുറിവാണ്. നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ കുറേ പേര് നിന്നു. അവർക്കൊക്കെ ഒന്നും പറഞ്ഞില്ല. കാരണം അവരൊക്കെ പറഞ്ഞതും വീൽ ചെയറിലിരുന്ന ഒരു സ്ത്രീ പറഞ്ഞത് നാക്ക് ഉണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെപ്പോലത്തെ മനുഷ്യരല്ലേ ഞങ്ങൾ? എനിക്ക് പെട്ടെന്ന് ഞാനത് വോയിസ് കൊടുത്തതാണ്. പെട്ടെന്ന് എനിക്ക് കുറേ കാര്യം കൂടി പറയണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇത്ര കൂടി പറയുന്നത്. എൻ്റെ സ്വന്തം നാട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഇങ്ങനെ മാറിപ്പോവുകയാണ്. ഞാൻ അവിടുത്തെ ദേഷ്യം കൊണ്ടും വിഷമം കൊണ്ടും സങ്കടം കൊണ്ടും അപമാനം കൊണ്ടുമാണ് ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചത്. ഇതിൻ്റെ പേരിൽ നമുക്കിനി എന്തു തന്നെ ഇത് വന്നാലും ഒരു ഡിസബിലിറ്റി ഉള്ള ആളിനെ അപമാനിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. അവർക്ക് പറയാം വന്നിട്ട് ശ്രീകോവിലിൽ കയറിക്കൂടാ, ശരി, ഓക്കെ, ഗുരുവായൂരും എല്ലായിടത്തും വീൽ ചെയർ കയറിയിട്ടുണ്ട്. പക്ഷേ ഞാനത് ഒരിക്കലും തെറ്റു പറയുന്നില്ല. അവർക്ക് ചിലപ്പോൾ അങ്ങനെ കയറിക്കൂടാ. അപ്പോൾ അവർക്ക് പറയാം, നിങ്ങൾക്ക് ശ്രീകോവിലിൽ കയറാനായിട്ട് വേറെ വീൽ ചെയറിൽ കയറാം. അതുപോലും പറയാൻ അവർക്ക് അറിയില്ല. ഭാരവാഹികളെന്ന് പറയുന്നവർക്ക് വേറെ ഒരു വീൽ ചെയർ അവിടെ വെക്കണം. ഒരു വീൽ ചെയർ അവിടെ വെച്ചിട്ട് ഈ വീൽ ചെയറിലേ കയറാവോ എന്ന് പറയാം. അതിൽ ന്യായമുണ്ട്. ഇതിലിപ്പോൾ കമൻറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവർ പറയുന്നത് അങ്ങനെ തന്നെ വീൽ ചെയർ കൊണ്ട് കയറിക്കൂടാന്ന് പറയും. കാരണം അത് നിങ്ങളുടെ വീട്ടിലൊന്നും ആരും അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ വീൽ ചെയർ കയറിക്കൂടാ, ശരിയാണ്, എങ്കിൽ അവിടെ ഒരു വീൽ ചെയർ വെക്കാം. എന്നിട്ട് കമ്മിറ്റി അംഗങ്ങൾക്ക് അത് സപ്പോർട്ട് ചെയ്യാം. അവരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? നല്ലതുപോലെ നടന്ന് നമുക്കൊക്കെ അങ്ങ് ജീവിക്കാമെന്നാണ്. ആർക്കും എപ്പോഴും വന്നു ചേരാവുന്ന ഒരവസ്ഥയാണിത്. ഞാനൊരു വയ്യാത്ത കുട്ടിയല്ല, എൻ്റെ ഒരു അവസ്ഥയാണ്. ഞാൻ അവിടെ നിന്ന് നന്നായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ശരിയാണ്, ന്യായക്കേടാണ്. അമ്പലത്തിലൊന്നും പോയി പ്രാർത്ഥിക്കേണ്ടവരല്ല ഡിസബിലിറ്റി ഉള്ളവർ, വീട്ടിൽ ഇരിക്കേണ്ടവരാണ് എന്ന ചിന്താഗതി എൻ്റെ നാട്ടുകാർക്ക് പണ്ട് മുതലേ ഉണ്ടോ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഇട്ടാലും കാണുന്നവർ അയ്യോ അങ്ങനെ എന്തിനു പോയത്, അയ്യോ ദേവി കോപിക്കുമോ എന്നൊക്കെ ആണ് പറയാൻ സാധ്യത. കാരണം അങ്ങനെ ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താണ്, തലയിൽ ബോധമുള്ള ആൾക്കാരാണെങ്കിൽ ചിന്തിക്കാം, അവിടെ ഒരു വീൽ ചെയർ വയ്ക്കണം. അങ്ങനെയാണ് പ്രമുഖമായ എല്ലാ സ്ഥലങ്ങളിലും ഒരു വീൽ ചെയർ കയറ്റിക്കൂടാത്ത സ്ഥലങ്ങളിൽ അങ്ങനെയാണ് എന്ന് ചിന്താശേഷി പോലും ഇല്ലാത്തവർക്ക് എന്ത് നെഗറ്റീവും പറയാം. ഇത് കണ്ടൻ്റ് ആണോ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടൻ്റ് ആണോ എന്ന് ചിന്തിക്കുന്നവരോട്
എൻ്റെ ഹൃദയമാണ് മുറിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്. ഇത്ര കൂടി വോയിസ് ഇട്ട് ഞാൻ പറയുന്നത് എൻ്റെ വേദനയാണ്. അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അത് ഞാൻ പറയുക തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്വന്തം നാട്, ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്ന 1-2 പേരവിടെ ഉണ്ടായിരുന്നു. അവർ പോലും മിണ്ടാതെ നിന്നു. വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളും ധരിച്ചിരിക്കുന്നത് ഇത് ശരിയല്ലേ എന്നാണ്. സ്വന്തം നാട്ടിലെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു യുവതിക്ക് ഏറ്റ അപമാനത്തിൽ ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത ആൾക്കാരോട് എന്ത് പറയാനാണ് അല്ലേ? നിങ്ങളൊക്കെ ചിന്തിച്ചത് അങ്ങനെ തന്നെയാണ്. കയറിക്കൂടായിരുന്നല്ലോ, എന്തിന് കയറി എന്നാണ്. നിങ്ങളെപ്പോലെ മനുഷ്യരാണ് ഡിസബിലിറ്റി ഉള്ളവരും. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഏത് നിമിഷവും അങ്ങനെ വരാം എന്നൊരു ചിന്താഗതി നിങ്ങളുടെയൊക്കെ മനസ്സിലില്ലാത്തത് പരമ കഷ്ടമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ആരാധനാലയങ്ങളിൽ പോക്കാണ് കേട്ടോ. ഉത്സവത്തിന് പോയതാണ്, അല്ലാതെ വ്രതം എടുക്കാനോ അവിടെ നിന്ന് അങ്ങനെ വേറെയുള്ള ഒരു കാര്യത്തിനും ഞാൻ പോയതല്ല. ഞാൻ പോയത് ഉത്സവത്തിലാണ്. ഉത്സവ പരിപാടിക്ക് പോയിട്ട് ഞാൻ അകത്ത് കയറത്തില്ല എന്നൊക്കെ പറഞ്ഞതാണ് എൻ്റെ വീട്ടുകാരോട്. അപ്പോൾ പറഞ്ഞ് കയറെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. അവർക്ക് നന്നായിട്ട് വിഷമായി കേട്ടോ. എൻ്റെ ചേച്ചി ഞാൻ നന്നായിട്ട് പറഞ്ഞു. അപ്പോൾ വായെടുക്കുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവിടെ ഇരുന്ന് കുറേ കുലസ്ത്രീകളെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. വായെടുക്കും, സംസാരിക്കും. കാരണം അപമാനമേറ്റത് ഞങ്ങൾക്കാണ്. സ്വന്തം നാട്ടുകാർക്ക് പോലും ഒന്നും പറയാനില്ലായിരുന്നവർ ഒന്നും മിണ്ടണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ വെക്കുന്നത്. ഇത്രയും വലിയ വീഡിയോ ഒന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ കാക്കച്ചി പറഞ്ഞതുപോലെ ഈ മൈൻഡ് ഫ്രീ ആക്കാനായിട്ട് വേറെ എവിടെ ഒരു ചായ കുടിക്കാൻ പോയാൽ മതിയായിരുന്നു. ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വലിയ തീവ്രമായ പ്രതിസന്ധികളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്യാവശ്യമായിട്ട് നമുക്ക് വീട് മാറണം, അങ്ങനെയുള്ള ടെൻഷനുണ്ട്. എൻ്റെ വീടിൻ്റെ പണികൾ ആരംഭിച്ചിട്ടില്ല, അതിൻ്റെ ടെൻഷനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ സ്വന്തം നാട്ടിൽ പോയാൽ കാണുന്നവർക്കൊരിതില്ലേ. ഞാൻ ഗുരുവായൂരൊക്കെ പോയപ്പോൾ എന്ത് സ്നേഹമായിരുന്നു മനുഷ്യന്മാർക്ക്. അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും എന്ത് കാര്യമാണ്. ഇത് പനയറ തൃപ്പൂരട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആൾക്കാർ കാണുന്നെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളിനി എന്ത് പറഞ്ഞാലും ശരി, ശ്രീകോവിൽ കയറിയതിൻ്റെ പേരിൽ, വീൽ ചെയറിൽ ഞാൻ കയറിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കാം കേട്ടോ. അതിനെനിക്ക് ഒരു പേടിയില്ല. ഒരുപാട് ഇഷ്ടം കേട്ടോ.